ഷുഐബ് നബിയുടെ കഥയും കൂടി പറഞ്ഞു കഴിഞ്ഞ ശേഷം ഭയങ്കര രസമാണ് സൂറത്ത്. ഒരു മനുഷ്യ ജീവിതത്തിൽ ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടം മൂസാ നബിയുടെ കഥയാണ്. ഞാൻ പറഞ്ഞുവല്ലോ തുടക്കത്തിൽ മൂസാ നബിയുടെ കഥ 2 ഭാഗമായാണ് ഇവിടെ പറയുന്നത്. ഒന്നാമത്തെ ഭാഗം മൂസയും ഫിർഔനും തമ്മിലുള്ള കൂടെയുള്ള ഭാഗമാണ്. എങ്ങനെയാണ് ഫിർഔൻ മൂസയെ കണ്ടത്, എങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? നമുക്കറിയാം, കടുപ്പമുള്ള ഖിബ്റാണ് ഫിർഔനുണ്ടായിരുന്നത്. ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാലോ, ഞാൻ വിശദീകരിക്കണ്ടല്ലോ. പക്ഷേ മൂസ അലൈഹിസ്സലാം ശക്തമായ തെളിവുകളുമായാണ് വന്നത്. അതും അത്യത്ഭുതകരമായ മുഅ്ജിസത്തുകളുമായാണ് വന്നത്. മൂസാ നബിയുടെ കൈ, മൂസാ നബിയുടെ അസ, വടി ഭയങ്കര തെളിവായിരുന്നു. മാത്രമല്ല ഫിർഔൻ മൂസ അലൈഹി ഇസ്ലാമിനെ വെല്ലുവിളിച്ചപ്പോൾ അതൊക്കെ ഈ സൂറയിൽ പറയുന്നുണ്ട്. വെല്ലുവിളിച്ചപ്പോൾ അവരൊരുമിച്ച് കൂടി, യൗമുസ്സീനയിൽ ഒരുമിച്ച് കൂടി. ഒരു വലിയ ആഘോഷ ദിവസമാണ്. ഫിർഔൻ ഒരുപാട് സാഹിറുകളെ, മജീഷ്യൻസിനെ കൊണ്ടുവന്നു. എന്തിന്? മൂസയെ തോൽപ്പിക്കാൻ. മൂസ അലൈഹി ഇസ്ലാമും വന്നു. പക്ഷെ അവസാനം എന്താ ഉണ്ടായത്? ഫിർഔൻ്റെ സാഹിറുകൾ തോറ്റമ്പി, മൂസ അലൈഹിസ്സലാം വിജയിച്ചു. എന്തായിരുന്നു അതിൻ്റെ ഔട്ട്പുട്ട്? എന്താകണമായിരുന്നു ശരിക്കും ഔട്ട്പുട്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഫിർഔൻ പരസ്യമായി തൻ്റെ സമൂഹത്തിന് മുമ്പ് പരാജയപ്പെട്ടപ്പോൾ ഫിർഔൻ പറയേണ്ടതല്ലേ, അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാന ഇലൽ ഹഖ്, മൂസ മുഖേന ഈ സത്യത്തിലേക്ക് എന്നെ എത്തിച്ച അല്ലാഹുവേ നിനക്കാണ് സ്തുതി എന്ന് പറയണ്ടേ? പക്ഷെ പറഞ്ഞില്ല. മൂസക്ക് ഫിർഔൻ പറഞ്ഞില്ല. ഫിർഔന് പറയാൻ കഴിയില്ലല്ലോ. ഫിർഔൻ എന്താ പറഞ്ഞത്? ഈ സാഹിറുകൾ തോൽക്കുക മാത്രമല്ല, അവർ വിശ്വസിച്ചു. അവിടെ സുജൂദ് ചെയ്തവർ, അവർക്ക് ബോധ്യമായി എന്ത്? മൂസ അലൈഹിസ്സലാം കൊണ്ടുവന്നതാണ് ശരി എന്ന്. മൂസ അലൈഹിസ്സലാം പറയുന്ന റബ്ബാണ് ശരി എന്ന്. ഫിർഔൻ എന്താ ചോദിച്ചത്? ഖാല ഫിർഔൻ ആമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും. ആഹാ, ഭയങ്കര വാക്കാണത്. 124-ാമത്തെ വചനം അതാണ്. ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങളാണ് വിശ്വസിച്ചില്ലേ? അത് ഭയങ്കര വാക്കാ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് അനുവാദം നൽകുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുകയാണോ? എന്നിട്ട് പറഞ്ഞു, ഇന്ന ഹാദാ ലമക്റുൻ മക്കർതുമൂഹു ഫിൽ മദീന ലിതുഖ്രിജു മിൻഹാ അഹ്ലഹാ ഫസൗഫ തഅലമൂൻ. ഈ നഗരത്തിലുള്ളവരെ ഇവിടെ നിന്ന് പുറത്താക്കാൻ വേണ്ടി നിങ്ങളെല്ലാം കൂടി ഇവിടെ വെച്ച് നടത്തിയൊരു ഗൂഢതന്ത്രമാണിത് എന്ന്. ആരാ? ഫിർഔൻ്റെ സാഹിറുകളെ പറ്റിയാണ് പറഞ്ഞത്. നിങ്ങൾ ഗൂഢതന്ത്രം നടത്തിയെന്ന്. അതുകൊണ്ട് ഫിർഔൻ ഭയങ്കര ശിക്ഷ പ്രഖ്യാപിച്ചു. എന്താ ശിക്ഷ? ലഉഖത്തിഅന്ന അയ്ദിയകും വഅർജുലകും മിൻ ഖിലാഫ് സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ. നിങ്ങളുടെ കൈകളും കാലുകളും എതിർവശങ്ങളിൽ നിന്നായി ഞാൻ മുറിച്ചു കളയുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെ മുഴുവൻ ഞാൻ ക്രൂശിക്കും. ഭയങ്കര കടുപ്പുള്ള വാക്കുകളാണ് പറഞ്ഞത്. അപ്പോഴോ പേടിച്ചില്ല ഇവർ. ഭയങ്കര ഇവരുടെ വിശ്വാസത്തിൻ്റെ ശക്തി ഭയങ്കര. അവർ പറഞ്ഞു, ഖാലു ഇന്ന ഇലാ റബ്ബിന മുൻഖലിബൂൻ. ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഞങ്ങളുടെ രക്ഷിതാവെങ്കിലേക്കല്ലേ ഞങ്ങൾ തിരിച്ചു പോവുക. നീ ക്രൂശിച്ചാൽ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭയങ്കര ഈ സാഹിറുകളുടെ ഈമാൻ സത്യത്തിൽ അത് മാത്രം മതി ഇസ്ലാമിനെ എതിർക്കുന്ന, നിഷേധിക്കുന്ന ആളുകൾക്ക് കാര്യം ബോധ്യമാകാൻ. മക്കക്കാരോടല്ലേ ആ അള്ളാഹുവിൻ്റെ റസൂല് ഖുർആനിലൂടെ ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്? എന്താണ് അവസ്ഥ? അവസാനം ഈ സാഹിറുകളെ ആ ദിവസം കൊന്നുകളഞ്ഞു ഫിർഔൻ. എല്ലാവരെയും കൊന്നു, ഒരാളെയും ബാക്കിയാക്കിയില്ല. ആ സമയത്തിൻ്റെ മൂസാ നബി ഇത് നോക്കി നിൽക്കുന്ന തൻ്റെ കൂടെ വിശ്വസിച്ച ആളുകളോടൊരു വർത്താനം പറയുന്നുണ്ട്. അതെന്താ? ഖാല മൂസാ ലിഖൗമിഹി ഇസ്തഈനൂ ബില്ലാഹ് വസ്ബിറൂ ഇന്നൽ അർദ ലില്ലാഹ് യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. മൂസാ നബി പറയാണ് ജനങ്ങളോട്, നിങ്ങൾ അല്ലാഹുവോട് സഹായം തേട്, നിങ്ങൾ ക്ഷമിക്കുക, തീർച്ചയായും ഭൂമി അള്ളാൻ്റെതാണ്. ഇന്നൽ അർദ ലില്ലാഹ്, ഭൂമി അള്ളാൻ്റെതാണ്. അവൻ്റെ ദാസന്മാരിൽ അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവനത് അവകാശപ്പെടുത്തി കൊടുക്കും. യൂരിസുഹാ മൻ യശാഉ മിൻ ഇബാദി, പര്യവസാനം ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്കായിരിക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം അവസാനിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഭയങ്കര രസമുള്ള സംഭവങ്ങളാണിത് മുഴുവൻ. ബനു ഇസ്രായേലിന്
അള്ളാഹു ഈ മൂസാ നബി പറഞ്ഞ ഈ ഒരു സംഗതി കൊടുക്കണം, ഭൂമിയുടെ അവകാശം കൊടുക്കുക. അത് ഭയങ്കര. 137 വചനത്തിൽ അത് പറയുന്നുണ്ട്, വഔറസ്നൽ ഖൗമല്ലദീന കാനൂ യുസ്തദ്അഫൂന മശാരിഖൽ അർദി വമഗാരിബഹ അല്ലതി ബാറക്നാ ഫീഹാ വതമ്മത് കലിമതു റബ്ബിക്കൽ ഹുസ്നാ അലാ ബനി ഇസ്രായീൽ ബിമാ സബറൂ. അതാണ് അടിച്ചൊതുക്കപ്പെട്ട മുസ്തദ്അഫുകളായ അടിച്ചൊതുക്കപ്പെട്ടിരുന്ന ആ ജനതക്ക് നാം അനുഗ്രഹിച്ച കിഴക്കും പടിഞ്ഞാറുമുള്ള ഭൂപ്രദേശങ്ങൾ നാം അവകാശപ്പെടുത്തി കൊടുത്തു. അവർക്ക് ഇസ്രായേൽ സന്തതികളിൽ അവർ ക്ഷമിച്ചതിൻ്റെ ഫലമായി നിന്റെ രക്ഷിതാവിൻ്റെ ഉത്തമമായ വചനം നിറവേറുകയും ഫിറഔനും അവൻ്റെ ജനതയും നിർമ്മിച്ചു കൊണ്ടിരുന്നതും അവർ കെട്ടി ഉയർത്തിയിരുന്നതുമൊക്കെ നാം തകർത്ത് കളയുകയും ചെയ്തു. ദമ്മർന, പറഞ്ഞത് മൂസാ നബി പറഞ്ഞില്ലേ, ഭൂമി അള്ളാൻ്റെതാണ്, അള്ളാഹു അത് അനന്തരാവകാശമായി തരും, നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞില്ലേ, അള്ളാഹു കൊടുത്തു, കാണിച്ചു കൊടുത്തു. ഇതാണ് ഒന്നാമത്തെ ഘട്ടം. ഇനി രണ്ടാമത്തെ ഘട്ടം ഈ മൂസ അലൈഹി സ്വലാം ബനൂ ഇസ്രായേലും തമ്മിലുള്ള കഥയാണ്. ബനൂ ഇസ്രായേലിന് അള്ളാഹു ഭയങ്കരമായ സൗകര്യങ്ങൾ കൊടുത്തു. അള്ളാഹു രക്ഷിച്ച രീതി ഭയങ്കരല്ലേ. ഖുർആൻ അത് പറഞ്ഞു തരുന്നുണ്ടല്ലോ. രക്ഷിച്ച രീതി ഭയങ്കര അത്ഭുതമായിരുന്നു. കടൽ കടന്ന് അപ്പുറമെത്തി, അതൊക്കെ വലിയ കഥകൾ ഖുർആനിലെ പല ഭാഗത്തും അത് വിശദീകരിച്ചിട്ടുണ്ട്. അങ്ങനെ അള്ളാഹു രക്ഷിച്ച് കൊണ്ടുപോയിട്ടും ഈ ബനൂ ഇസ്രായേലിന് തൗഹീദ് മനസ്സിലായില്ല. ഈ പ്രവാചകന്മാർ മുഴുവൻ വന്നത് അത് പറയാനാ. നേരത്തെ പറഞ്ഞല്ലോ എല്ലാ പ്രവാചകന്മാരുടെയും കഥ. പക്ഷെ എന്നിട്ട് നിങ്ങൾക്കറിയോ, അവർ രക്ഷപ്പെട്ട് ഈ കടൽ കടന്ന് രക്ഷപ്പെട്ട് ഫറോവയുടെ ആ മൃഗീയമായ പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് അപ്പുറം കടന്നിട്ട് ആദ്യം ചോദിക്കണം എന്താ നിങ്ങൾക്ക്? എന്താ? അതാണ് 139 വചനം. ആദ്യം ചോദിക്കണം എന്താന്ന് വെച്ചാൽ അവർ പറയാണ്, ഖാലു യാ മൂസ ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ. എന്നുവെച്ചാൽ ഈ കടൽ കടന്ന് അപ്പുറത്തേക്ക് കടന്നപ്പോൾ ഒരു സമൂഹത്തെ കണ്ട് കുറേ ദൈവങ്ങളെ വെച്ച് ആരാധിക്കുന്ന സമൂഹത്തെ. അപ്പോൾ ഇവർ മൂസാ നബിയോട് പറയാം, മൂസ ഞങ്ങൾക്കും ഇവർക്കുള്ളതുപോലെ കുറേ ദൈവങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇമാതിരി സൗകര്യം ചെയ്തു കൊടുത്തിട്ടും അല്ലേ. മൂസാ നബിയോട് പറയുന്നുണ്ട്, ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, വല്ലാത്തൊരു ടീമാട്ടോ നിങ്ങൾ, ഒരു വിവരമില്ലാത്ത ഒരു ടീമായല്ലോ നിങ്ങൾ എന്ന്. തീർച്ചയായും ഈ കൂട്ടർ എന്തിൽ നിലകൊള്ളുന്നുവോ അത് നശിപ്പിക്കപ്പെടുന്നതാണ്. ഇവരുള്ളത് ശിർക്കിലാ, അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതെല്ലാം നിഷ്ഫലമാകുന്നു, ശിർക്കന്മാരുടെ എല്ലാ പ്രവർത്തനവും നശിച്ചു പോകും. ഇതിവരോട് പറഞ്ഞു കൊടുക്കുകയാണ് മൂസാ അലൈഹിസ്സലാം. പിന്നീട് മൂസാ അലൈഹിസ്സലാമിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജനതയുടെയും ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് കാര്യം തന്നെ ഒരുപാട് കാര്യം. എന്തുമാത്രം അനുഗ്രഹങ്ങളും സൗകര്യങ്ങളുമാണ് മൂസാ അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിന് നൽകിയത്. പക്ഷേ എന്നിട്ടും അവർ വീണ്ടും ഷിർക്കിൽ ചെന്നുപെട്ടു. അവർ പശുക്കുട്ടിയെ ആരാധിച്ചില്ലേ. അതാണ് 148 വചനത്തിൽ അള്ളാഹു പറയുന്നത്. അത് ഭയങ്കര. വത്തഖദ ഖൗമു മൂസാ മിൻ ബഅദിഹി മിൻ ഹുലിയിഹിം അജ്ലൻ ജസദൻ ലഹു ഖുവാർ. മൂസ അലൈഹിസ്സലാമിൻ്റെ ജനത അദ്ദേഹം പോയതിനു ശേഷം അവരുടെ ആഭരണങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു ശബ്ദമുണ്ടാക്കുന്ന ഒരു കാളക്കുട്ടിയുടെ രൂപത്തെ ദൈവമായി സ്വീകരിച്ചു. അവ ചോദിക്കുന്നുണ്ട്, അലം യറൗ അന്നഹു ലാ യുകല്ലിമുഹും വലാ യഹ്ദീഹിം സബീല ഇത്തഖദൂഹു വകാനൂ ളാലിമീൻ. അതവരോട് സംസാരിക്കൂലെന്നും അവർക്കത് ഇവരുണ്ടാക്കിയ ഈ പശുക്കുട്ടി വഴി കാണിച്ചു കൊടുക്കൂലെന്നും അവർക്കറിയില്ലേ, അവർ കണ്ടിട്ടില്ലേ. എന്നിട്ടും അതിനെ അവർ ദൈവമായി സ്വീകരിക്കുകയും അതോടെ അവർ അക്രമികളാവുകയും ചെയ്തു. അല്ലാഹു തആല പറയാണ് അവരുടെ അവസ്ഥ പറയുന്ന അവസാനം. പക്ഷേ വേറൊരു സംഗതി ഉണ്ടായെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് അവർ തൗബ ചെയ്തു. ബോധ്യമായി അവർക്ക് തൗബ ചെയ്തപ്പോൾ അള്ളാഹു അവരുടെ തൗബ സ്വീകരിച്ചു. അതാണ് 149 വചനം. അവർക്ക് ബോധ്യമായി അന്നഹും ഖദ് ളല്ലു, വഴിവെച്ച് പോയിണെന്ന് ബോധ്യമായി. അവർ പറഞ്ഞു, ഖാലു ലഇൻ ലം യർഹംനാ റബ്ബുനാ വയഗ്ഫിർ ലനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
രക്ഷിതാവേ, ഞങ്ങളോട് കരുണ കാണിക്കുകയും ഞങ്ങൾക്ക് പുറത്തു തരികയും ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽപ്പെട്ടവരായി പോകും എന്നവർ പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തൗബ സ്വീകരിച്ചു. പിന്നീട് ബനു ഇസ്രായേൽ വീണ്ടും ബനു ഇസ്രായേലിൻ്റെ കഥ ഇങ്ങനെ പറഞ്ഞ് അവരോട് വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് ശിർക്ക് വരിക എന്നുള്ളത്. അതാണ് ഈ ബനു ഇസ്രായേലിൻ്റെ കഥ പറഞ്ഞ ശേഷം പിന്നീട് അങ്ങോട്ടാണ് പോകുന്നത്. എങ്ങനെയാണ് ശിർക്ക് വരിക എന്നുള്ളത്. എങ്ങനെ ശിർക്ക് വരിക? ഷിർക്കിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഷിർക്ക് വരിക ഇബ്ലീസിൽ നിന്ന്. ഇബ്ലീസിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഇവിടെ ഈ കഥകളിലൊക്കെ അമ്പിയാക്കന്മാരുടെ കഥകളൊക്കെ പറയുന്നിടത്ത് അമ്പിയാക്കന്മാരുടെ ദഅവത്തിൻ്റെ യഥാർത്ഥ വശം എന്താണെന്ന് വിശദീകരിച്ചു. അതെന്താ? അത് തൗഹീദ് സ്ഥാപിക്കലും ഷിർക്കിനെ നിർമ്മാർജ്ജനം ചെയ്യലുമാണ്. അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. ഈ 5 പ്രവാചകന്മാരുടെ കഥയിലൂടെ ഈ അധ്യായം കൃത്യമായി പഠിപ്പിക്കുന്നത് അതാണ്. നോക്കൂ, ഈ സൃഷ്ടിപ്പിൻ്റെ ആദ്യം മുതൽ സൃഷ്ടികൾക്ക് സംഭവിക്കുന്ന അവസാനത്തെ പരിണിതി വരെ പറഞ്ഞു. എന്നിട്ട് അമ്പിയാക്കന്മാരുടെയും അവരുടെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. അവർ എങ്ങനെയാണ് ജനങ്ങളെ ക്ഷണിച്ചത് എന്നൊക്കെ പറഞ്ഞു. ജനങ്ങൾ എന്താ ചെയ്തത്? അവർക്ക് ജനങ്ങൾ തിരിച്ച് അമ്പിയാക്കന്മാർക്ക് കൊടുത്തത് കിബ്ര, അഹങ്കാരം കൊണ്ട് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശിക്ഷ അവർക്ക് വന്നു. അള്ളാഹു ഇത് പറയുമ്പോൾ മനുഷ്യരോട് പറയാണ്, മുശ്രിക്കുകളെ നിങ്ങൾ മനസ്സിലാക്കിക്കോ, എപ്രകാരമാണോ ആ 5 സമൂഹത്തിൻ്റെ കഥ പറഞ്ഞത്, 5 സമൂഹം നശിപ്പിക്കപ്പെട്ടതാ. ആ 5 സമൂഹം എന്താണോ, എങ്ങനെയുള്ള ശിക്ഷയാണോ അവർക്ക് വന്നത്, ഷിർക്കിൻ്റെ കാരണമായി, അത് നിങ്ങൾക്കും വരും, ശ്രദ്ധിച്ചോ എന്ന്. അതാണ്. എന്നിട്ട് ഈ മനുഷ്യ സമൂഹം വഴിപഴക്കാനുള്ള കാരണങ്ങൾ അള്ളാഹു ഇവിടെ വിശദീകരിക്കുന്നുണ്ട്. ഈ സൂറത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ്. എങ്ങനെ ഒറിജിനൽ പാതയിൽ നിന്ന് എങ്ങനെ വ്യതിചലിക്കും. അതിൽ ഈ സൂറത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് മുതൽ പോയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തൊക്കെയാണ് മനുഷ്യൻ വ്യതിചലിക്കാനുള്ള കാരണങ്ങൾ. ഈ സൂറത്ത് വിശദീകരിക്കുന്നത് ഒന്നാമത്തേത് കിബറാണ്. കിബർ ആണ് ഇബ്ലീസിൻ്റെ കഥയിൽ നമുക്ക് മനസ്സിലാകാം. ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഇബ്ലീസിനോട് ചോദിക്കണ്ടല്ലോ, എന്താടോ നീ സുജൂദ് ചെയ്യാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? എന്നെ തീ കൊണ്ട് സൃഷ്ടിച്ചു, അവനെ മണ്ണുകൊണ്ട് സൃഷ്ടിച്ചു, ഞാനെങ്ങനെയാണ് സുജൂദ് ചെയ്യാന്നാ. കിബറാണ് കാരണം. അപ്പോൾ കിബറാണ് ഒന്നാമത്തെ കാരണം. മനുഷ്യൻ സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനുള്ള ഒന്നാമത്തെ കാരണം അഹങ്കാരമാണ്. അഹങ്കാരം അത് ശരിക്കും മനസ്സിലാക്കുക. നോക്കൂ, അതൊന്നും കൂടി വ്യക്തമാകും. നിങ്ങൾക്കറിയോ, ഈ അധ്യായമാണ് ആദ്യമായി, ഇപ്പോൾ നമ്മൾ ഇതുവരെ 7ാമത്തെ അധ്യായത്തിലാണല്ലോ, 6 അധ്യായം കഴിഞ്ഞു. ഈ അധ്യായത്തിലാണ് ആദ്യമായി സുജൂദ് തുടങ്ങുന്നത്, സജദത്തു തിലാവ തുടങ്ങുന്നത്. എന്താ സുജൂദ് എന്ന് പറഞ്ഞാൽ? സുജൂദ് എന്ന് പറഞ്ഞാൽ കിബറിൻ്റെ കഥ കഴിക്കുന്ന സാധനത്തിൻ്റെ പേരാണെന്ത്? സുജൂദ്. സുജൂദ് എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യൻ സർവാത്മന അവൻ്റെ പ്രധാനപ്പെട്ട 7 അവയവങ്ങൾ ഭൂമിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയം കാണിക്കണം. അഥവാ കിബറിൻ്റെ കഥ കഴിക്കുകയാണ്. അത് ഈ സൂറത്തിൻ്റെ അവസാന ഭാഗത്ത് നോക്കിയാൽ അറിയാം. ഈ സൂറത്തിൻ്റെ അവസാന ഭാഗം 205-ാമത്തെ വചനം അവിടെ പറയുന്നുണ്ട്, വദ്കുർ റബ്ബക ഫീ നഫ്സിക തദർറുഅൻ വഖീഫ വദൂനൽ ജഹ്രി മിനൽ ഖൗലി ബിൽ ഗുദുവി വൽ ആസാൽ വലാ തകും മിനൽ ഗാഫിലീൻ. വിനയത്തോടും ഭയപ്പാടോടും കൂടി വാക്ക് ഉച്ചത്തിലാക്കാതെ രാവിലെയും വൈകുന്നേരവും നീ നിൻ്റെ രക്ഷിതാവിനെ മനസ്സിൽ സ്മരിക്കുക. നീ ഗാഫിലിങ്ങളിൽ ശ്രദ്ധയില്ലാത്തവരുടെ കൂട്ടത്തിൽ പെട്ടുപോകരുത്. എന്ന് വെച്ചാൽ നീ ഇബ്ലീസിനെ പോലെ ആകരുത്. എന്താ? ഇന്നല്ലദീന ഇൻദ റബ്ബിക ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി വയുസബ്ബിഹൂനഹു വലഹു യസ്ജുദൂൻ. നിശ്ചയമായും നിൻ്റെ രക്ഷിതാവിൻ്റെ അടുക്കലുള്ളവർ അഥവാ മലക്കുകൾ അവനെ ആരാധിക്കുന്നതിനെപ്പറ്റി അഹംഭാവം കാണിക്കുകയില്ല. അവർ അവൻ്റെ മഹത്വം പ്രകീർത്തിക്കുകയും അവനെ സുജൂദ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയാണ്. ഇബ്ലീസ് ആകരുത്, ഇബ്ലീസിൻ്റെ സ്വഭാവത്തിലേക്ക് പോകരുത് എന്ന് പറയാണ്.
കിബറിൻ്റെ നേരെ വിപരീതമാണ് എന്ത്? അതുകൊണ്ട് അവിടെ സുജൂദ് വന്നത്. നേരെ വിപരീതമാണ് സുജൂദ്. നോക്കൂ, അതാണല്ലോ മനുഷ്യൻ സുജൂദ് ചെയ്താൽ, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, മനുഷ്യൻ സുജൂദ് ചെയ്താൽ ഏറ്റവും വെറുപ്പ് ആർക്കാർക്ക്? ഇബ്ലീസിന്. ഇബ്ലീസ് കരയും എന്നാ പറഞ്ഞു. ഇബ്ലീസ് കരയും, എന്നിട്ട് പറയും, എൻ്റെ നാശമേ, മനുഷ്യനോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, അവൻ സുജൂദ് ചെയ്തു. എന്നോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, ഞാൻ സുജൂദ് ചെയ്തില്ല, എനിക്ക് നരകം. അപ്പോൾ ഭയങ്കരമാണ്. അതാണ് ഒന്നാമത്തെ ഈ മനുഷ്യൻ ഹക്കിൽ നിന്ന് സത്യമാർഗത്തിൽ വ്യതിചലിക്കാനുള്ള ഒന്നാമത്തെ കാരണമായി ഈ സൂറ പരിചയപ്പെടുന്നത്. രണ്ടാമത്തെ കാരണം ശൈത്താനാണ്. ശൈത്താനാണ് ആരെ പഴിപ്പിച്ചത്? ആ കഥയിൽ പറയുന്നുണ്ടല്ലോ, അബൂന ആദം അലൈഹിസ്സലാമിനെ. അതുകൊണ്ട് മനുഷ്യരെ, നിങ്ങളെ വാപ്പനെ പഴിപ്പിച്ചവനാരാ? ശൈത്താനാണ്. അതുകൊണ്ട് ആ ശൈത്താനെ നിങ്ങൾ സൂക്ഷിക്കണം. ശൈത്താൻ്റെ കഥ ആദ്യമായി പറയുന്നത്, അത് ഖുർആനിലെ ആദ്യത്തെ കഥ ശൈത്താൻ്റെ കഥ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അവസാനത്തവും ശൈത്താൻ്റെതാണ്. അത്ര കടുപ്പുള്ള ഒരു ശത്രുവായി നിങ്ങൾ കാണാനാണ് പറഞ്ഞത്, അല്ലേ? എന്താ കാരണം? നോക്കൂ, ആദം അലൈഹി ഇസ്ലാമിനെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കാനുള്ള കാരണമാരാ? ഈ ശൈത്താനാണ്. ആദ്യത്തെ കഥ ഖുർആനിൽ പറയുന്നുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആദ്യത്തെ കഥ ആരെക്കുറിച്ചാ? ഈ ശൈത്താനെ കുറിച്ചാ, അല്ലേ? ലാ യഫ്തിനന്നകും ശൈത്താൻ കമാ അഖ്റജ അബവൈകും മിനൽ ജന്ന. ഈ ശൈത്താൻ നിങ്ങളെ സ്വീപ്പാക്കരുത് കേട്ടോ. നിങ്ങളെ മാതാപിതാക്കളെ, പൂർവ്വപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് ഇവനാ പണി ഉപയോഗിച്ചും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് അവസാനത്തെ വർത്തമാനവും ഖുർആനിൽ ആരെക്കുറിച്ചാ? ശൈത്താനെക്കുറിച്ചാ. അവസാനത്തെ സൂറത്ത് ഏതാ നോക്ക്. വമിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസിൽ ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ്. എന്താ? ആദ്യം ശൈത്താൻ. ആദ്യത്തെ കഥ ശൈത്താൻ്റേത്, അവസാനത്തേതും ശൈത്താൻ. എന്തുകൊണ്ടാ? ഇത്രമാത്രം കടുപ്പത്തിൽ മനുഷ്യനവൻ വഴിപഴപ്പിക്കുമെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തേത് ശൈത്താൻ. മൂന്നാമത്തേത് സഹോദരങ്ങളെ, നമ്മൾ വിവരമില്ലാതെ മറ്റുള്ളവരെ അനുകരിക്കലാണ്. അനുകരണം ഭയങ്കര ആപത്താണ്. അനുകരണം ആപത്താണ്. അത് പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ കിതാബിനും റസൂലിൻ്റെ സുന്നത്തിനും എതിരായുള്ള അനുകരണം. അതാണ് ഈ ആയത്തിൻ്റെ 28-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, വഇദാ ഫഅലു ഫാഹിഷതൻ ഖാലു വജദനാ അലൈഹാ ആബാഅനാ വല്ലാഹു അമറനാ ബിഹാ. ഇവരെന്തെങ്കിലും തോന്നിയാസം ചെയ്തിട്ട് അവർ പറയും, ഞങ്ങളെ വാപ്പപ്പന്മാർ ചെയ്തത് ഞങ്ങൾ കണ്ടു, മാത്രമല്ല അള്ളാഹു ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വാപ്പപ്പന്മാർ, പൂർവ്വപിതാക്കൾ ചെയ്തത് അപ്രകാരം ഫോളോ ചെയ്തു. അത് നമ്മൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണമാകും. ഇവിടെ അതുണ്ടായിട്ടല്ല, പക്ഷേ അത് സത്യത്തിൽ നിന്ന് വ്യതിചലിക്കാൻ കാരണം. നമ്മൾ ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ പൂർവ്വപിതാക്കളെ അല്ല, ഫോളോ ചെയ്യേണ്ടത് നമ്മുടെ മോഡലിനെയാണ്. നമ്മുടെ മോഡൽ മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സഹാബത്താണ്, താബിഈകളാണ്. അള്ളാഹ് ചോദിക്കുന്നുണ്ട് ഇവിടെ, ഖുൽ ഇന്നല്ലാഹ ലാ യഅ്മുറു ബിൽ ഫഹ്ശാ അതഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. അള്ളാഹു തോന്നിയാസം ചെയ്യാൻ കൽപ്പിക്കൂല, നിങ്ങൾ എന്ത് വിവരക്കേടായി പറയണത് എന്ന്. അപ്പം ശരിക്കും മനസ്സിലാക്കാം, ഇവിടെ രണ്ട് കാര്യം ചെയ്ത്. ഒന്ന്, വിവരമില്ലാത്ത അവരുടെ പൂർവ്വപിതാക്കളെ ഇമിറ്റേറ്റ് ചെയ്തു, നമ്പർ 1. നമ്പർ 2, അള്ളാഹുവിൻ്റെ പേരിൽ ഇവർ കറ്റ് കെട്ടി പറഞ്ഞു. അവർ പറഞ്ഞു വല്ലാഹു അമറനാ ബിഹാ, അള്ളാഹ് കൽപ്പിക്കുമോ ഈ ശിർക്ക് ചെയ്യാൻ? എവിടെ കൽപ്പിച്ചത്? അള്ളാഹ് കൽപ്പിക്കുമോ ഫാഹിഷത്ത് ചെയ്യാൻ? ഇല്ലല്ലോ. മാത്രമല്ല, അത് അമർത്തി പറയുന്നുണ്ട് ഈ അധ്യായത്തിലെ 33-ാമത്തെ വചനത്തിൽ, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ലഹറ മിൻഹാ വമാ ബത്തൻ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ റബ്ബ് നിഷിദ്ധമാക്കിയത് ഫാഹിഷത്തുകൾ മാത്രമാണ്, അതിൽ നിന്ന് പ്രത്യക്ഷമായതും പരോക്ഷമായതും എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എണ്ണിപ്പറയാം. വൽ ഇസ്മ വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അത് പാപം, അന്യായമായ കടന്നുകയറ്റം. വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസിൽ ബിഹി സുൽത്താനൻ, ഇതൊക്കെയാണ് ഫാഹിഷത്ത്. ഒരു തെളിവും ഇല്ലാതെ ശിർക്ക് ചെയ്യുക. വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾക്ക് വിവരമില്ലാത്തത് അള്ളാഹിനെ പറ്റി പറയാം, അള്ളാഹ് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പറയാം. നാലാമത്തെ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന നാലാമത്തെ പ്രശ്നം, മനുഷ്യർ മറ്റുള്ളവരുടെ കൂടെ നടക്കുക. എന്നിട്ട് പറയുന്നത്
അവരൊക്കെ ചെയ്തു, അതുകൊണ്ട് ഞങ്ങളും ചെയ്തു. നമ്മളങ്ങനെയല്ല. നമ്മൾ ആരാകണം? വിശ്വാസികൾ ആരായിരിക്കണം? വിശ്വാസികൾ സാഹിബ അഖ്ലിൻ വനളിരിൻ, ചിന്തയുടെയും ബുദ്ധിയുടെയും ആളുകളാണ് വിശ്വാസികൾ. തഖ്വയുടെ ആളുകളാണ് വിശ്വാസികൾ. അങ്ങനെ ആകണം. മറ്റുള്ളവരുടെ കൂടെ പോയാൽ എന്താ ഉണ്ടാകുക? 38, 39 വചനങ്ങളിൽ അത് പറയുന്നുണ്ട്. കുല്ലമാ ദഖലത്ത് ഉമ്മത്തുൻ ലഅനത്ത് ഉഖ്തഹ. മറ്റുള്ളവരുടെ കൂടെ പോയാൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. കൂടെ ആരുടെ കൂടെ പോകേണ്ടത്? കുൻ മഅല്ലാഹി വറസൂലിഹി ലാ തകുൻ മഅൻ. നിങ്ങൾ കൂടെ കൂടികളാകരുത്. നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൂടെ ആകണം. അപ്പോൾ സ്വർഗത്തിലേക്ക് പോകും. മറ്റുള്ളവരുടെ കൂടെ പോയാലോ നരകത്തിലേക്ക് പോകും. ഇങ്ങനെ നോക്കൂ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ടാണ് സത്യത്തിൽ നിന്ന് സമൂഹം വ്യതിചലിക്കുന്നത് എന്നിങ്ങനെ ഇതിൽ വിശദീകരിച്ച് ഒരുപാട് കാരണങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം പറയുന്ന ഒരു കാരണം ഹുബ്ബു ദുനിയാണ്. 5ാമത്തെ കാരണം. 5ാമത്തേതല്ല, കുറേ അതിലുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കണം. അവസാനം പറയുന്നത് ഹുബ്ബു ദുനിയ, ദുനിയാവിനോടുള്ള വല്ലാത്ത സ്നേഹം. ബനു ഇസ്രായേൽ സമൂഹത്തിന് സംഭവിച്ചത് അതാണ്. അവരുടെ വഴികേടിൻ്റെ അടിസ്ഥാന കാരണം ദുനിയാവിനോടുള്ള സ്നേഹമാണ്. അത് 163 മുതൽ 164, 165, 166 വചനങ്ങളിൽ പറയുന്നുണ്ട്. ഒരു കഥ നിങ്ങൾക്കറിയാലോ. ഇവരോട് സബ്ത്ത് നാളിൽ മീൻ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോഴോ ഇവരെന്താ ചെയ്തത്? ഇത് യഅദൂന ഫി സബ്തി ഇത് തഅതീഹിം ഹൈതാനുഹും യൗമ സബ്തിഹിം ശുർഅൻ. ശനിയാഴ്ച നോക്കുമ്പോൾ മീനിങ്ങനെ പൊന്തി വരിക, വെള്ളത്തിൻ്റെ മേൽ നിറച്ചു മീൻ വെള്ളത്തിൻ്റെ മേൽ. അള്ളാഹ് അവരെ പരീക്ഷിക്കുകയാണ്. അവരെന്താ ചെയ്തത്? അവർ ശനിയാഴ്ച മീൻ പിടിച്ചില്ല, പക്ഷേ ഒരു തടാകം ഉണ്ടാക്കിയിട്ട് ഈ മീനുകളൊക്കെ അതിലേക്ക് കൊണ്ടുവന്ന് ആ തടാകം അടച്ച്. ശനിയാഴ്ച പിടിച്ചോ? ഇല്ല, പിറ്റേ ദിവസമേ മീൻ പിടിച്ചോളൂ. ഇത് ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു. അള്ളാഹുവിനോട് അവർ തന്ത്രം പ്രയോഗിച്ചു. ശനിയാഴ്ച പിടിച്ചോ? ഇല്ല. എന്നാൽ എന്താ ചെയ്ത്? ചെയ്യാൻ പാടില്ലല്ലോ. ശനിയാഴ്ച മീൻ പിടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഇബാദത്തിൻ്റെ ദിവസമാണ് സബ്ത്ത് നാൾ എന്ന് പറഞ്ഞാൽ അതാ ചെയ്യേണ്ടത്. അതിന് പകരം അള്ളാഹുവിൻ്റെ പരീക്ഷണം കണ്ടപ്പോൾ അവർ വീണുപോയി. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഭയങ്കരമായ ശിക്ഷ അവർക്ക് കൊടുത്തു. അതെ, 166ാമത്തെ വചനം, ഫലമ്മാ അതൗ അമ്മാ നുഹു അൻ ഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിഈൻ. അതുമല്ല, ഭയങ്കര വചനമാണത്. 166ാമത്തെ വചനം, അവരോട് പറഞ്ഞ് നിങ്ങൾ കൊരങ്ങന്മാരായിക്കോളി. എന്താ അവിടെ ഉണ്ടായത്? ദുനിയാവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം. നോക്കൂ, ദുനിയാവിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം മുഖേന മനുഷ്യൻ നശിച്ചു പോകും. മനുഷ്യൻ നശിച്ചു പോകും. അത് ഈ സൂറത്തിൽ പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. ഈ ചരിത്രം കണ്ട് 169ാമത്തെ വചനത്തിലുമുണ്ട്. ഒരുപാട് ചരിത്രം അതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. 175, 176 വചനങ്ങളിലൊക്കെ അത് പറയുന്നുണ്ട്. എന്നിട്ട് അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വഴിതെറ്റിയ ആളുകളെ കൂടെ നടക്കുന്നവർക്ക്, അവരെ പിൻപറ്റുന്നവർക്കുള്ള ഒരു വാണിംഗ് നൽകുകയാണ്. അത് ഭയങ്കര വാണിംഗാണ്. സാധാരണ നമ്മൾ കേൾക്കാറുള്ളതാണ്. അത് ഈ സൂറത്തിലാണ്. 179ാമത്തെ വചനം, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. ഒരുപാട് ആളുകളെ നരകത്തിന് വേണ്ടി നമ്മൾ സൃഷ്ടിച്ചിട്ടുണ്ട്, ജിന്നെന്നും ഇൻസെന്നും. എന്താ അവരുടെ പ്രശ്നം? ഹൃദയമുണ്ട്, ചിന്തിക്കൂല. വലഹും അയ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ, കണ്ണുണ്ട്, കാണൂല. ചെവിയുണ്ട്, കേൾക്കൂല. ഉലൈക കൽ അൻആം ബൽ ഹും അദൽ. അവർ മറ്റേ കന്നുകാലികളെ പോലെയാണ്, അതിനേക്കാൾ മോശമാണ്. ഉലൈക ഹുമുൽ ഗാഫിലൂൻ, അവർ അശ്രദ്ധരാണ്. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ അധ്യായം സത്യത്തിൽ എന്താണെന്ന് ചോദിച്ചാൽ, ഈ അധ്യായം എങ്ങനെയാണ് സത്യമാർഗത്തിൽ നിന്ന് മനുഷ്യൻ വ്യതിചലിച്ചു പോവുക, എന്തൊക്കെയാണ് കാരണം എന്നിങ്ങനെ വിശദീകരിക്കുകയാണ്. അങ്ങനെ വിശദീകരിച്ച് അവസാനം വരുന്നത് ഷിർക്കിലേക്കാണ്. ഷിർക്കാണ് ഏറ്റവും വ്യതിചലനത്തിൻ്റെ ഏറ്റവും വലിയ അടയാളം. 191ാമത്തെ വചനം മുതൽ പറയുന്നുണ്ട്, അയുശ്രികൂന മാ ലാ യഖ്ലുഖു ശൈഅൻ വഹും യുഖ്ലഖൂൻ. അവർ പങ്കുചേർക്കുന്നത് യാതൊന്നും സൃഷ്ടിക്കാത്തവരെയാണോ? ബലാരെയും സൃഷ്ടിച്ചു ഏതെങ്കിലും ഈ ബിംബങ്ങൾ ഇല്ലല്ലോ. അവർ ആരാധ്യർ തന്നെ സൃഷ്ടിച്ചുണ്ടാക്കപ്പെടുന്നവരുമാണ്. ഈ ദൈവങ്ങൾ തന്നെ വില സൃഷ്ടിക്കുക. അവർക്ക് സ്വയം അവർക്കൊരു സഹായവും ചെയ്യാൻ സാധിക്കൂല. സ്വന്തത്തിന് തന്നെ അവർ സഹായം ചെയ്യൂല.
എന്നിട്ട് പറയാ വഇൻ തദ്ഊഹും ഇലൽ ഹുദാ ലാ യത്തബിഊകും സവാഅൻ അലൈക്കും അദഅഉതുമൂഹും സവാഉൻ അലൈക്കും അദഅഉതുമൂഹും അം അൻതും സാമിതൂൻ. നിങ്ങൾ അവരെ സന്മാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ അവർ നിങ്ങളെ പിൻപറ്റൂല. നിങ്ങൾ അവരെ ക്ഷണിച്ചിരുന്നാലും നിങ്ങൾ ക്ഷണിക്കാതിരുന്നാലും നിശബ്ദ പാലിച്ചാലും ഒക്കെ സമമാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. തീർച്ചയായും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം നിങ്ങളെപ്പോലെയുള്ള ദാസന്മാർ മാത്രമാകുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് ശക്തമായി തൗഹീദ് പറയാം. എത്ര ശക്തമായി എന്ന് ചോദിച്ചാൽ ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളൊന്ന് ദുആ ചെയ്യുക അവരോട്. എന്നിട്ട് നിങ്ങൾ പറയും ഫല്യസ്തജീബൂ ലക്കും ഇൻ കുൻതും സാദിഖീൻ. നിങ്ങൾക്കൊരു ഉത്തരം ചെയ്യോ? കഴിയോ ഉത്തരം ചെയ്യാൻ? ഇല്ലല്ലോ. എന്നിട്ട് പറയുന്നുണ്ട് ഉത്തരം ചെയ്യാൻ കഴിയില്ല എന്ന് മാത്രമല്ല, എന്ത് രസാറിയോ, അലഹും അർജുലുൻ യംശൂന ബിഹാ. നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സാധനങ്ങൾക്ക് നടക്കാൻ കാലുണ്ടോ? അംലഹും ഐദിൻ യബ്തശൂന ബിഹാ. അവർക്ക് പിടിക്കാൻ കൈകളുണ്ടോ? അംലഹും അയ്യുനുൻ യുബ്സിറൂന ബിഹാ. അവർക്ക് കാണാൻ കണ്ണുകളുണ്ടോ? അംലഹും ആദാനുൻ യസ്മഊന ബിഹാ. അവർക്ക് കേൾക്കാൻ കാതുകളുണ്ടോ? ഖുൽ ഉദ്ഉ ശുറകാഅക്കും സുമ്മ കീദൂനി ഫലാ തുൻദിറൂൻ. നിങ്ങളൊരു കാര്യം, നിങ്ങൾ ഈ പങ്കാളികളൊക്കെ ഒന്ന് വിളിച്ചിട്ട് എനിക്കെതിരെ നിങ്ങളൊരു തന്ത്രം പ്രയോഗിക്കുക, എനിക്കൊരു സമയവും തരണ്ട, കാണട്ടെ. ഭയങ്കര വെല്ലുവിളിയാണ്, ഭയങ്കര രസമാണ് ഈ സൂറത്ത് അവസാനിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അവസാനം നോക്കൂ, എങ്ങനെയാണ് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഷിർക്കിൽ നിന്നും അതുപോലെ തന്നെ ഈ പറഞ്ഞ എല്ലാത്തരം വഴികേടുകളിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിക്കുക. രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ, അത് പറഞ്ഞുകൊണ്ടാണ് ഈ സൂറത്ത് ആരംഭിച്ചത്. അവസാനിക്കുന്നതും അത് പറഞ്ഞുകൊണ്ടാണ്. എന്താണ് ആ വഴി? ഒന്നാമത്തെ ആയത്ത് നോക്കൂ, അലിഫ് ലാം മീം സാ കിതാബുൻ ഉൻസില. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി അത് പഠിപ്പിക്കുകയാണ്. രക്ഷപ്പെടാനുള്ള ഏക മാർഗം ഏതാ? കിതാബുൻ ഉൻസില ഇലൈക് ഫലാ യകുൻ ഫീ സദ്രിക ഹറജുൻ മിൻഹു ലിതുൻദിറ ബിഹി വദിക്റാ ലിൽ മുഅ്മിനീൻ. കിതാബ് ഖുർആനിലേക്ക് വന്നു. അതുകൊണ്ട് ഷിർക്കിൽ നിന്ന് രക്ഷപ്പെടൂ. ഈ എല്ലാ അവ്യക്തതകളിൽ നിന്നും എല്ലാ ദുർമാർഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഏക വഴി ഈ കിതാബിൻ്റെ ആളാകണം. അതാണ് ഇത്തബിഊ മാ ഉൻസില ഇലൈക്കും മിർ റബ്ബിക്കും. നിങ്ങളുടെ റബ്ബ് നിങ്ങളിലേക്ക് ഇറക്കിത്തതിനെ നിങ്ങൾ ഫോളോ ചെയ്തോ. വലാ തത്തബിഊ മിൻ ദൂനിഹി ഔലിയാ. അള്ളാഹുവിനെ കൂടാതെ ഏതെങ്കിലും ഔലിയാക്കന്മാരെ പിന്നാലെ അല്ല നിങ്ങൾ പോകേണ്ടത്. ആദ്യം അതാ, ആദ്യവും അവസാനം അങ്ങനെ. ഇനി അവസാനത്തിലേക്ക് വന്നാൽ അതാ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വായിഫും മിനശ് ശൈത്താനി തദക്കറു ഫഇദാ ഹും ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം പറയാണ്, വഇദാ ലം തഅതിഹിം ബിആയത്തിൻ ഖാലു ലൗല ഇജ്തബൈതഹാ ഖുൽ. പറഞ്ഞു കൊടുക്ക് നബിയെ, ഇന്നമാ അത്തബിഉ മാ യൂഹാ ഇലയ്യ മിർ റബ്ബി. എൻ്റെ റബ്ബിൽ നിന്ന് എനിക്ക് വഹ്യ് കിട്ടിയതിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. ഹാദാ ബസായിറു മിർ റബ്ബിക്കും വഹുദം വറഹ്മ ലിഖൗമി യുഅ്മിനൂൻ. ഇത് അള്ളാഹിൻ്റെ അടുത്ത് കിട്ടിയ റഹ്മത്താണ്, അള്ളാഹിൻ്റെ അടുത്ത് കിട്ടിയ തെളിവാണ്. ഇതാണ് മുഅ്മിനുകളായ ജനതക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര രസമാണ് അവസാനം. വഇദാ ഖുരിഅൽ ഖുർആൻ ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലക്കും തുർഹമൂൻ. നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഒറ്റ വഴിയുള്ളൂ. അതെന്താ വെച്ചാൽ ഖുർആൻ പാരായണം ചെയ്ത് കേട്ടാൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് മൗനമായി അത് കേട്ട് അത് വിശ്വസിച്ച് ജീവിച്ചോ, എന്നാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ കരുണ ലഭിക്കുന്ന നല്ല മനുഷ്യരിൽ ഉൾപ്പെടും. ഇത് പറഞ്ഞാണ് അവസാനം. അപ്പം നോക്കൂ, പരിഹാരം പറഞ്ഞു. പരിഹാരം എന്താ? ഈ ഖുർആനാണ്. ഈ ഖുർആൻ കൊണ്ട് ഈ ഖുർആനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോ, എങ്കിൽ മാത്രമേ രക്ഷപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് അവസാനിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്ത് നിങ്ങളെല്ലാവരും സഹോദരന്മാർ ശ്രദ്ധിക്കണം. ഞാനീ പറഞ്ഞത് വളരെ ചെറിയ ഇതിൻ്റെ ഏറ്റവും ബ്രീഫ് സമ്മറിയാണ്. ഒരുപാട് കാര്യങ്ങൾ ഈ സൂറയിൽ ഇനി പറയുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിൻ്റെ 4 വളരെ പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. ഭയങ്കര രസമുള്ള സൂറ. മനുഷ്യ ചരിത്രത്തിൻ്റെ ആദ്യവും അവസാനവും പറയുന്ന അധ്യായം.
മനുഷ്യൻ എന്തുകൊണ്ട് വഴിപഴിച്ചു പോകുന്നു എന്ന കാരണങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ അധ്യായം, എന്നിട്ട് എന്താണ് പരിഹാരം എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ച ഈ അധ്യായം എല്ലാവരും വായിക്കണം, പഠിക്കണം, മനസ്സിലാക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.